നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു കേജ്രിവാൾ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളെ വേട്ടയാടുകയാണ് മോദി സർക്കാർ എന്നാണ് കേജ്രിവാൾ ആരോപിച്ചത്. പ്രതിഷേധത്തിന്റെ അലയൊലികൾ രാജ്യത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കെ മറ്റൊരു വാർത്തയാണ് തലസ്ഥാനത്ത് നിന്നും പുറത്തുവരുന്നത്. അരവിന്ദ് കേജ്രിവാളിനെ ഭീഷണിപ്പെടുത്തുന്ന ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തലസ്ഥാനത്തെ മെട്രോ സ്റ്റേഷനുകളിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെ ഭീഷണിപ്പെടുത്തുന്ന ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഡൽഹി രാജീവ് ചൌക്കിലും പട്ടേൽ നഗർ മെട്രോ സ്റ്റേഷനിലുമാണ് കേജ്രിവാളിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ചുവരെഴുത്തുകൾ ഉള്ളത്. സംഭവത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയും കേജ്രിവാളിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിടുകയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. അരവിന്ദ് കേജ്രിവാളിനെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന പ്രധാനമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ വെച്ച് നടന്നതാണെന്ന് ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് പറഞ്ഞു. അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത് മുതൽ ബി.ജെ.പി. പരിഭ്രാന്തിയിലാണ്. അദ്ദേഹത്തിനെതിരെ മാരകമായ ആക്രമണം നടത്താനാണ് ബി.ജെ.പി. ഗൂഢാലോചന നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടാണ് ഈ ഗൂഢാലോചന നടക്കുന്നത് എന്നും രാജീവ് ചൌക്കിലും പട്ടേൽ നഗർ മെട്രോ സ്റ്റേഷനുകളിലും കേജ്രിവാളിനെതിരെ ആക്രമണ ഭീഷണി എഴുതിയിട്ടുണ്ടെന്നും സഞ്ജയ് സിംഗ് അവകാശപ്പെട്ടു. മെട്രോ ട്രെയിനുകൾക്കുള്ളിലും ഭീഷണി സന്ദേശങ്ങൾ എഴുതിയതായും റിപ്പോർട്ടുകളുണ്ട്. ഡൽഹിയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ഭീതി ബി.ജെ.പിയെ ഉലച്ചിരിക്കുകയാണെന്ന് AAP നേതാവ് അതിഷിയും ആരോപിച്ചു. അരവിന്ദിനെ ലക്ഷ്യമിട്ട് സ്വാതി മലിവാളിനെ ബി.ജെ.പി. ഉപയോഗിച്ചതായും അവർ ആരോപിച്ചു. കേജ്രിവാളിന്റെ ജീവന് അപകടമുണ്ടെന്നും അതിഷി കൂട്ടിച്ചേർത്തു. 24 മണിക്കൂറും CCTVയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിരീക്ഷണത്തിലുള്ള മെട്രോ സ്റ്റേഷനുകളിൽ ഇത്തരം സംഭവം നടന്നതും അതിൽ ഇതുവരെ പോലീസ് നടപടി എടുക്കാത്തതും ബി.ജെ.പിയുടെ ഒത്തുകളിയാണ് വ്യക്തമാകുന്നതെന്നും അവർ ആരോപിച്ചു. എന്തായാലും കേജ്രിവാളിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ഭീഷണി വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കേജ്രിവാളിനെയും പാർട്ടിയെയും നിരന്തരം വേട്ടയാടുന്നത് ബി.ജെ.പിയും മോദിയുമാണ്. അതിനാൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ ഭീഷണി ചുവരെഴുത്തുകൾക്ക് പുറകിൽ മോദിയാണെന്ന് ഉറച്ചു പറയുന്നതും. ഇതൊരു പക്ഷേ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കാനും സാധ്യത ഏറെയാണ്. പോലീസ് നടപടി എടുക്കാത്തതിലും പാർട്ടി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്.